നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പയും യൂറോ കപ്പും ഒക്കെ കഴിഞ്ഞ് ക്ലബ് ഫുട്ബോളിനായിട്ട് കാത്തിരിക്കുകയാണല്ലോ ഫുട്ബോൾ ലോകം. പക്ഷെ അതിനിടയ്ക്ക് ഇതാ ഒളിമ്പിക്സ് ഫുട്ബോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. നാളെ മുതലാണ് ഒളിമ്പിക് ഫുട്ബോൾ മത്സരങ്ങളുള്ളത്. വമ്പന്മാർ കളിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ഗ്രൂപ്പിൽ വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഏതൊക്കെ സ്റ്റേഡിയങ്ങളിലാണ് കളി നടക്കുന്നത്, ഇതൊക്കെയാണ് നോക്കുന്നത്. 26-ാം തീയതിയാണ് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനമെങ്കിലും 2 ദിവസം മുമ്പേ ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കുന്നുണ്ട്. 16 ടീമുകളാണ് പുരുഷ വിഭാഗത്തിൽ ഫുട്ബോൾ സ്വർണത്തിനായിട്ട്, ഒളിമ്പിക് ഗോൾഡ് മെഡലിനായിട്ട് മാറ്റുരക്കുന്നതെങ്കിൽ വനിതാ വിഭാഗത്തിൽ 12 ടീമുകളാണ് മാറ്റുരക്കുന്നത്. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 10 വരെയാണ് ഫുട്ബോൾ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ജൂലൈ 24-ന് പുരുഷ വിഭാഗത്തിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം, തൊട്ടടുത്ത ദിവസമാണ് വനിതാ വിഭാഗത്തിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം ആരംഭിക്കുക. ദെൻ 27-ന് പുരുഷ വിഭാഗത്തിലെ 2ാം ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം, 28-ന് വനിതാ വിഭാഗത്തിലെ 2ാം ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം, ജൂലൈ 30-ന് പുരുഷ വിഭാഗത്തിലെ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം, വനിതാ വിഭാഗത്തിലെ ജൂലൈ 31-ന്. ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പുരുഷ വിഭാഗത്തിൽ ഓഗസ്റ്റ് 2-നാണ്, വനിതാ വിഭാഗത്തിൽ ഓഗസ്റ്റ് 3-നാണ്. സെമി ഫൈനൽ മത്സരങ്ങൾ പുരുഷ വിഭാഗത്തിൽ ഓഗസ്റ്റ് 5-നാണെങ്കിൽ വനിതാ വിഭാഗത്തിൽ അത് ഓഗസ്റ്റ് 6-നാണ്. പിന്നെ ബ്രോൺസ് മെഡലിനായിട്ടുള്ള പോരാട്ടങ്ങൾ, വെങ്കല മെഡലിന്, അതായത് 3ാം സ്ഥാനക്കാരെ നിർണ്ണയിക്കാനുള്ള പോരാട്ടം പുരുഷ വിഭാഗത്തിൽ ഓഗസ്റ്റ് 8-നും വനിതാ വിഭാഗത്തിൽ ഓഗസ്റ്റ് 9-നുമാണ്. സ്വർണ്ണ മെഡലിനായിട്ടുള്ള, ഗോൾഡ് മെഡലിനായിട്ടുള്ള ഫൈനൽ മത്സരം പുരുഷ വിഭാഗത്തിൽ ഓഗസ്റ്റ് 9-നും വനിതാ വിഭാഗത്തിൽ ഓഗസ്റ്റ് 10-നുമായിട്ടാണ് നടക്കുക. 7 വെന്യൂകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആ വെന്യൂകൾ ഇപ്പം ഒളിമ്പിക്സ് പ്രധാനമായും നടക്കുന്നത് പാരീസിലാണ്. പാരീസ് ഒളിമ്പിക്സ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പാരീസിൽ മത്സരങ്ങളുണ്ട്. PSG മൈതാനമായ പാർക്ക് ഡസ് പ്രിൻസസിൽ ഫുട്ബോൾ മത്സരങ്ങളുണ്ട്. മറ്റ് നഗരങ്ങൾ, ഒന്ന് മാഴ്സയിൽ മത്സരങ്ങളുണ്ട്. സ്റ്റേഡ് ഡി മാഴ്സയിലാണ്, ഒളിമ്പിക് മാഴ്സയുടെ മൈതാനമാണല്ലോ അത്. അതുപോലെ തന്നെ ലിയോണിനടുത്തുള്ള ഡെസിനസ് ചർപ്പിയോ എന്ന് പറയുന്ന സ്ഥലത്ത് മത്സരങ്ങളുണ്ട്. ബോർഡക്സിൽ കളിയുണ്ട്, സെൻറ്റ് എറ്റിനയിൽ കളിയുണ്ട്, നീസിൽ കളിയുണ്ട്, നാൻഡസിൽ കളിയുണ്ട്. അപ്പോൾ ഇങ്ങനെ 7 വെന്യൂകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്നർത്ഥം. ഇനി പുരുഷ വിഭാഗത്തിലെ ടീമുകൾ ഏതൊക്കെയാണ്, അതോടൊപ്പം ഗ്രൂപ്പ് കൂടി നമുക്ക് പറഞ്ഞു പോകാം. ഗ്രൂപ്പ് എയിൽ ഫ്രാൻസും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഗിനിയയും ന്യൂസിലാൻഡുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ബിയിലാണ് അർജന്റീനയുള്ളത്. അർജന്റീന, മൊറോക്കോ, ഇറാഖ്, യുക്രൈൻ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിലെങ്കിൽ ഗ്രൂപ്പ് സിയിൽ ഉസ്ബെക്കിസ്ഥാൻ, സ്പെയിൻ, ഈജിപ്റ്റ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക് ടീമുകളാണുള്ളത്. ഗ്രൂപ്പ് ഡിയിൽ ജപ്പാൻ, പരാഗ്വേ, മാലി, ഇസ്രായേൽ ടീമുകൾ വരുന്നു. വനിതാ വിഭാഗത്തിൽ ഗ്രൂപ്പ് എയിൽ ഫ്രാൻസ്, കൊളംബിയ, കാനഡ, ന്യൂസിലാൻഡ് ടീമുകളും, ഗ്രൂപ്പ് ബിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സാംബിയ, ജർമ്മനി, ഓസ്ട്രേലിയ ടീമുകളും, ഗ്രൂപ്പ് സിയിൽ സ്പെയിൻ, ജപ്പാൻ, നൈജീരിയ, ബ്രസീൽ ടീമുകളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. സോ 12 ടീമുകളാണ് വനിതാ വിഭാഗത്തിലുള്ളത്, 16 ടീമുകളാണ് പുരുഷ വിഭാഗത്തിലുള്ളത്. എന്തായാലും മത്സരങ്ങൾ നാളെ ആരംഭിക്കുമ്പോൾ മത്സരങ്ങളുടെ നാളത്തെ കളികളുടെ ഷെഡ്യൂൾ കൂടി, സമയം എപ്പോഴാണ്, ഇതൊക്കെ നോക്കുകയാണ്. നാളെ ഇന്ത്യൻ സമയം 6:30-നാണ്, വൈകിട്ട് 6:30-നാണ് ഉസ്ബെക്കിസ്ഥാൻ വേഴ്സസ് സ്പെയിന്, അർജന്റീന വേഴ്സസ് മൊറോക്കോ, ഈ 2 പോരാട്ടങ്ങൾ നടക്കുന്നത്. നാളെ തന്നെ രാത്രി 8:30-ന് ഗിനിയ വേഴ്സസ് ന്യൂസിലാൻഡ് പോരാട്ടവും ഈജിപ്റ്റ് വേഴ്സസ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് പോരാട്ടവുമുണ്ട്. നാളെ തന്നെ രാത്രി 10:30-ന് ഇറാഖ് വേഴ്സസ് യുക്രൈൻ പോരാട്ടവും ജപ്പാൻ വേഴ്സസ് പരാഗ്വേ പോരാട്ടവും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാളെ രാത്രി 12:30-ന് ഫ്രാൻസ് വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മാലി വേഴ്സസ് ഇസ്രായേൽ പോരാട്ടങ്ങളും നടക്കും. പിന്നെ 2ാം ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ജൂലൈ 27-നാണ് പുരുഷ വിഭാഗത്തിലുള്ളത്. ഇറാഖിനെതിരെയാണ് അന്ന് അർജന്റീനയുടെ കളി. വൈകിട്ട് ഇന്ത്യൻ സമയം 6:30-ന് അർജന്റീന വേഴ്സസ് ഇറാഖും ഡൊമിനിക്കൻ റിപ്പബ്ലിക് വേഴ്സസ് സ്പെയിനും, ഈ 2 മത്സരങ്ങൾ ആ സമയത്ത് നടക്കുമ്പോൾ 8:30-ന് ഉസ്ബെക്കിസ്ഥാൻ വേഴ്സസ് ഈജിപ്റ്റ്, യുക്രൈൻ വേഴ്സസ് മൊറോക്കോ പോരാട്ടമുണ്ട്. ജൂലൈ 27-ന്റെ രാത്രി 10:30-നാണ് ഇസ്രായേൽ പരാഗ്വയ്ക്കെതിരെയും ന്യൂസിലാൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെയും കളിക്കുന്നത്. അന്ന് രാത്രി 12:30-ന് ജപ്പാൻ വേഴ്സസ് മാലി, ഫ്രാൻസ് വേഴ്സസ് ഗിനിയ മത്സരങ്ങളുണ്ട്. പുരുഷ വിഭാഗത്തിലെ
ഗ്രൂപ്പിലെ അവസാന മത്സരം നടക്കുന്നത് ജൂലൈ 30-നാണ്. അന്ന് വൈകിട്ട് 6:30 ഡൊമിനിക്കൻ റിപ്പബ്ലിക് വേഴ്സസ് ഉസ്ബെക്കിസ്ഥാൻ, സ്പെയിൻ വേഴ്സസ് ഈജിപ്ത്, ഈ 2 പോരാട്ടങ്ങൾ നടക്കുന്നു. അന്ന് 8:30-നാണ് അർജന്റീനയുടെ കളിയുള്ളത്. എതിരാളികൾ യുക്രൈനാണ്. അന്ന് മൊറോക്കോ ഇറാഖിനെ നേരിടുകയും ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ രാത്രി 10:30 ന്യൂസിലാൻഡ് വേഴ്സസ് ഫ്രാൻസ് പോരാട്ടവും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സസ് ഗിനിയ പോരാട്ടവുമുണ്ട്. ജൂലൈ 31 രാത്രി, അതായത് ജൂലൈ 30 തന്നെയാണ് ആ കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ 31 പുലർച്ചെ 12:30 പരാഗ്വേ വേഴ്സസ് മാലി, ഇസ്രായേൽ വേഴ്സസ് ജപ്പാൻ പോരാട്ടങ്ങൾ നടക്കുന്നതോടുകൂടി ആ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. പിന്നെ കാര്യങ്ങൾ നോക്കൗട്ടിലേക്ക് പോകും. പുരുഷ വിഭാഗത്തിലെ നോക്കൗട്ട് മത്സരങ്ങൾ ക്വാർട്ടർ ഫൈനൽ ഓഗസ്റ്റ് 3-ാം തീയതിയാണ് നടക്കുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ചില മത്സരങ്ങൾ. ഓഗസ്റ്റ് 3-ന് പുലർച്ചെ നടക്കുന്നുണ്ട് 12:30. അതിനുശേഷം സെമി ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കും. ആ മത്സരങ്ങൾ നടക്കുക ഓഗസ്റ്റ് 5-നാണ്. 5-ന് 9:30 ആദ്യ സെമിയും 12:30 2-ാം സെമി ഫൈനലും നടക്കും. പിന്നെ ആ ഒരു ഫൈനൽ മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് 9-നാണ് എന്ന കാര്യം ഓർക്കുക. ഓഗസ്റ്റ് 9 രാത്രി 9:30 ഗോൾഡ് മെഡൽ മത്സരം. അതേസമയം ബ്രോൺസ് മത്സരം നടക്കുന്നത്, വെങ്കല മെഡലിലുള്ള മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് 8-ന് രാത്രി ഇന്ത്യൻ സമയം 8:30. ചുരുക്കത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഇതാ ഫുട്ബോളിൻ്റെ മറ്റൊരു മാമാങ്കം എത്തുന്നു. നാളെ മുതൽ ഒളിമ്പിക്സ് ഫുട്ബോളിൽ തീ പാറും. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒളിമ്പിക്സ് ഫുട്ബോളിൽ പുരുഷ വിഭാഗത്തിൽ അണ്ടർ 23 പ്ലെയേഴ്സാണ് ഓരോ ടീമിലും ഉണ്ടാവുക. 3 താരങ്ങൾ ഓവറേജ് പ്ലെയേഴ്സ്, 3 താരങ്ങളെ ഓരോ ടീമിലും ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഇതാണ് പുരുഷ വിഭാഗത്തിൽ. അതേസമയം വനിതാ വിഭാഗത്തിൽ നോ ഏജ് റെസ്ട്രിക്ഷൻ ആണ്. എല്ലാ താരങ്ങൾക്കും കളിക്കാവുന്നതാണ്. അപ്പോൾ ഒളിമ്പിക്സ് ഫുട്ബോൾ കാണുമ്പോൾ അതുകൂടി നമ്മളൊന്ന് മനസ്സിൽ വെക്കേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.